പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പരമ്പരയുടെ 73-ാം ഭാഗം അവതരിപ്പിക്കുകയാണ്. ഈ 73-ാം ഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ചെയ്ത പോലെ ഒരു നക്ഷത്രഗണത്തെയാണ് അവതരിപ്പിക്കുന്നത്. അതിൻ്റെ പേര് ഡ്രാക്കോ, ലാറ്റിൻ ഭാഷയിൽ ഡ്രാക്കോ എന്ന് പറയും, മലയാളത്തിൽ വ്യാളി. ഒരു സാങ്കല്പിക മൃഗമാണ്. ഈ ഡ്രാക്കോ എന്ന വ്യാളിയുടെ സങ്കല്പം യഥാർത്ഥത്തിൽ ലോകത്തെമ്പാടുമുള്ള സംസ്കാരങ്ങളിലുണ്ട്, യൂറോപ്പിലും മറ്റും. പക്ഷേ ആ വ്യാളിക്ക് ചിറകുകളുണ്ടായിരുന്നു, ചിറകുകൾ. പൗരസ്ത്യ ദേശങ്ങളിൽ മാത്രമാണ് വ്യാളിക്ക് ചിറകുകളില്ലാത്തത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, വ്യാളിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡ്രാഗൺ. ആ ഡ്രാഗൺ തന്നെയാണ് ഇവിടെ ഡ്രാക്കോ എന്നുള്ള പേരിൽ വന്നത്. ആ ഡ്രാഗൺ ചൈനക്കാർക്ക് വളരെ പ്രസിദ്ധമാണല്ലോ. ചൈനക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കല്പിക ചിത്രമാണ്, അല്ലെങ്കിൽ സാങ്കല്പിക മൃഗമാണ് വ്യാളി. പക്ഷെ അവയ്ക്ക് ചിറകുകളില്ല. പാശ്ചാത്യർക്ക് മാത്രമേ വ്യാളിക്ക് ചിറകുകളുള്ളൂ. അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം, ഈ വ്യാളി ആകാശത്ത് 88 നക്ഷത്രഗണങ്ങൾ ഒന്നായിട്ട് ഉണ്ട്. എവിടെ? ഉത്തര ഖഗോളത്തിൽ നമ്മുടെ ധ്രുവ നക്ഷത്രത്തിന് വളരെ അടുത്തായിട്ട്. വളരെ വലിയൊരു ഗണമാണ്. ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു ജീവി. ആ വലിയ ഗണത്തിൽ ഒരു പ്രധാന നക്ഷത്രമുണ്ട്, ട്യൂബൻ, ആൽഫ ഡ്രാക്കോണിസ്. അതിൽ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രമാണ് ട്യൂബൻ. ട്യൂബൻ എന്താ സവിശേഷത എന്ന് ചോദിക്കും നിങ്ങൾ. ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. ക്രിസ്തുവിന് 3914 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഈ പറയുന്ന നമ്മുടെ വ്യാളിയിൽ ഇപ്പോൾ ഉള്ള ആൽഫ ഡ്രാക്കോണിസ് എന്ന നക്ഷത്രമായിരുന്നു അക്കാലത്ത് ധ്രുവ നക്ഷത്രം. ഇപ്പോഴത്തെ ധ്രുവ നക്ഷത്രം എന്താ പേര്? ഇപ്പോഴത്തെ ധ്രുവ നക്ഷത്രത്തിൻ്റെ പേര് ആൽഫ ഊർസ മൈനോറിസ് എന്നാണ്. അതായത് ചെറുകരടി എന്ന ഒരു ഗണമുണ്ടല്ലോ, അത് വരുന്നേ ഉള്ളൂ, വന്നില്ല ഗണത്തിൽ. നമ്മുടെ 88 ഗണങ്ങളുടെ കൂട്ടത്തിൽ അത് വരാൻ പോകുന്നേ ഉള്ളൂ, ഏറ്റവും അവസാനം വരും. ആ ഗണത്തിൻ്റെ വാലറ്റത്തുള്ള അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രമാണ് ആൽഫ ഉർസ മൈനോറിസ്. അതാണ് ഇപ്പോഴത്തെ ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പോളാരിസ്. അക്കാലത്ത് ആ ധ്രുവ നക്ഷത്രത്തിൻ്റെ സ്ഥാനം നമ്മുടെ ഈ ട്യൂബൻ നക്ഷത്രത്തിനായിരുന്നു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അക്കാലത്ത് ഈ 3914 BC, അതായത് 5000 കൊല്ലങ്ങൾക്ക്, 5000 ഏതായിരം 6000 കൊല്ലത്തിന് മുമ്പ്, പിറമിഡുകൾ ഉണ്ടാക്കിയ കാലത്ത് ഒട്ടുമിക്ക പിറമിഡിൻ്റെയും പ്രവേശന കവാടം വടക്കോട്ട് നോക്കിയായിരുന്നു. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതിനകത്തെ ഈ പിറമിഡുകൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അക്കാലത്തെ ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് ഈ പിറമിഡുകൾ. ആ ശവകുടീരങ്ങളിൽ വെച്ചിരിക്കുന്ന ശവപ്പെട്ടിയുടെ തല, ആ തലഭാഗത്ത് നിന്ന് നോക്കിയാൽ ധ്രുവ നക്ഷത്രത്തെ കാണണം രാത്രി. അതിനു വേണ്ടി പിറമിഡുകളുടെ വാതിൽ വടക്കോട്ട് നോക്കിയായിരുന്നു അക്കാലത്ത് വെച്ചരുത്. ചരിത്രരേഖകൾ പറയുന്നു ആ കാലത്ത് ട്യൂബനായിരുന്നു ധ്രുവ നക്ഷത്രമെന്ന്. പക്ഷെ ഇപ്പം മാറിപ്പോയി. എങ്ങനെ മാറി? നമുക്കറിയാം. നമ്മൾ ഇതിനു മുമ്പേ പല പ്രാവശ്യവും നിങ്ങൾക്ക് സൂചന തന്നിട്ടുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചരിവുണ്ടല്ലോ, 23.5 ഡിഗ്രി. ആ ചലിവ് കാരണം നമ്മുടെ അച്ചുതണ്ട്
സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നത് അതിൻ്റെ പ്രതലത്തിൽ നിന്നും 23.5 ഡിഗ്രി ചരിഞ്ഞുകൊണ്ടാണ്. ആ ചരിവ് നിലനിർത്തിക്കൊണ്ടാണ് ഭൂമി സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ചരിഞ്ഞ ഒരു വസ്തു, അതേസമയം ആ ചരിഞ്ഞ വസ്തുവിൻ്റെ മധ്യത്തിൽ കൂടെ കടന്നു പോകാനാണല്ലോ അതിൻ്റെ അച്യുതണ്ട്. ആ മധ്യമാണല്ലോ, മധ്യത്തിന് അവലംബിച്ചുകൊണ്ടാണല്ലോ ഭൂമിയുടെ ഭ്രമണം. അങ്ങനെ ഭ്രമണം ചെയ്യുമ്പോൾ ഒരു ജൈറേറ്റീവ് എഫക്റ്റ് ഭൂമിക്കുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു ആട്ടം ഭൂമിയുടെ അക്ഷത്തിന് കാണും, ഒരു ജൈറേഷൻ. ഈ ആട്ടത്തിനാണ് പറയുന്നത്. ആട്ടം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അക്ഷത്തിന് നേർക്ക് ചൂണ്ടി നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കും. കാരണം അക്ഷം തന്നെ ആകാശത്ത് ഒരു വൃത്തം വരക്കും. അക്ഷം ആകാശത്ത് വൃത്തം വരക്കുന്നത് എങ്ങനെയാണ്? ഓരോ ഡിഗ്രി ആകാശവും അക്ഷം മാറിക്കൊണ്ടിരിക്കാൻ 72 വർഷങ്ങളെടുക്കും. എന്ന് വെച്ചാൽ ആകാശത്തെ ഒരു വലിയ വൃത്തം വരക്കാൻ, പൂർണ്ണ വൃത്തം വരക്കാൻ അതിന് 28,500 വർഷങ്ങൾ വേണ്ടി വരുമെന്നർത്ഥം. കാരണം 360 ഡിഗ്രി ആകാശമാണ്. ഒരു ഡിഗ്രിക്ക് 72 വർഷങ്ങൾ വെച്ച് കണക്കൂട്ടി നോക്കിയാൽ 28,500 വർഷങ്ങൾ നമ്മുടെ ഭൂമിയുടെ അച്യുതണ്ട് ഖഗോളത്തിലൊരു വൃത്തം വരക്കുന്നുണ്ട്. അത്രയും വൃത്തം പൂർത്തിയാവാൻ 28,500 വർഷങ്ങൾ വേണ്ടി വരുന്നു. ഒരു ഡിഗ്രി ചലിക്കണമെങ്കിൽ 72 വർഷങ്ങൾ വേണം. അപ്പോൾ ഇതിന് പറയുന്നത് പുരസ്സരണമെന്ന, അല്ലെങ്കിൽ പ്രിസിഷൻ ഓഫ് ഇക്വിനോക്സ്. ഈ കാരണം കൊണ്ട് നമ്മൾ 72 വർഷങ്ങൾ ഒരു മനുഷ്യായുസ്സിൽ വളരെ തുച്ഛമായ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യായുസ്സിൽ ഒരു നക്ഷത്രം സ്ഥാനം മാറിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇക്കാരണത്താലാണ് ട്യൂബനും അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രങ്ങൾ മാറി മാറി ധ്രുവ നക്ഷത്രത്തിൻ്റെ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പറയുന്ന ഈ നക്ഷത്രഗണത്തെപ്പറ്റി എല്ലാവരും കാണണം. പ്രധാനപ്പെട്ടൊരു ഗണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം, നന്ദി. വാനത്തേക്കൊരു കിളിവാതിൽ, ഭാഗം 73, നക്ഷത്രഗണം 34. നക്ഷത്രഗണത്തിൻ്റെ പേര് ഡ്രാക്കോ, വ്യാളി എന്ന് പറയും. അത് വ്യാളി എന്ന ജീവിയുടെ ഒരു സാങ്കല്പിക ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അത്തരം ഒരു ജീവി ഭൂലോകത്ത് എവിടെയും ഇല്ല. ഡ്രാക്കോ ഒരു ഉത്തര ഖഗോള ഗണമാണ്. അതായത് ഇവിടെ ഇടതുവശത്തെ ചിത്രം നോക്കിയാൽ കാണാം, ഇതാണ് ഉത്തര ഖഗോളം. നടുക്കിരിക്കുന്നതാണ് നമ്മൾ പോളാരിസ് എന്ന് വിളിക്കുന്ന ധ്രുവ നക്ഷത്രം. അതായത് വടക്കേ ഖഗോളത്തിൽ അതിൻ്റെ മധ്യത്തിലുള്ള നക്ഷത്രമാണ് പോളാരിസ്. അതുകൊണ്ടാണ് ഉത്തര ഖഗോളത്തിലെ മധ്യത്തിലിരിക്കുന്ന അതിന് ധ്രുവ നക്ഷത്രം എന്ന പേര് വന്നത്. ആ ഉത്തര ഖഗോളത്തിൽ വളരെ അടുത്തായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഡ്രാക്കോ എന്ന ഗണമുള്ളത്. ഇതാണ് ഡ്രാക്കോ എന്നുള്ള ഗണം. ഈ കാണുന്നത് വലിയ ഒരു നക്ഷത്രഗണം. മലയാളത്തിൽ അതിന് പേര് വ്യാളി എന്നാണ്, ലാറ്റിൻ ഭാഷയിൽ ഡ്രാക്കോ. ഈ ജ്യോതിയുള്ള ഒരു മൃഗം അല്ലെങ്കിൽ ഒരു ജീവി ലോകമെങ്ങും ഉള്ള സംസ്കാരങ്ങളിൽ ഇത്തരം ഒരു സങ്കല്പമുണ്ട്, ഒരു ഉരക സങ്കല്പം. പാശ്ചാത്യ ലോകത്തിൽ ഇതിന് ചിറകുകളുണ്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും നമുക്ക് അറിയപ്പെടുന്നത് ചൈനയിലെ വ്യാളിയെ പറ്റിയാണ്. ചൈനയിൽ പോയ ആളുകൾക്ക് കാണാം, ആ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ജന്തുവിൻ്റെ രൂപങ്ങൾ പല വിധത്തിൽ വരച്ചു വെച്ചിട്ടുണ്ടാകാം. ചൈന ഇതിന് ചിറകുകളില്ല, അതാണ് സവിശേഷത. AD 3-ാം നൂറ്റാണ്ടിൽ, ടോളമി ജീവിച്ചിരുന്ന അക്കാലത്താണല്ലോ, 48 ഗണ നക്ഷത്ര പട്ടിക ഇതുണ്ട്.
ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു IAUവിൻ്റെ പിൽക്കാലത്ത് 88 ഗണ പട്ടിക ഉണ്ടാക്കിയപ്പോൾ അതിലും ഡ്രാക്കോ ഇടം പിടിച്ചിട്ടുണ്ട്. ഉത്തരധ്രുവത്തിന് വളരെ അടുത്തായതിനാൽ ഈ ഗണം ഒരു നിരുദയ നിരസ്തമയ, അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സർക്കം പോളാർ ഗണമാണ്. എന്ന് വെച്ചാൽ അതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, മനസ്സിലാക്കി തരികയാണെങ്കിൽ, ഈ ഗണം യഥാർത്ഥത്തിൽ ഉത്തര ഖഗോളത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഭൂമി കറങ്ങുന്നതനുസരിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിന് സർക്കം പോളാർ എന്ന പേര് വന്നത്. അത് നോക്കുകയാണെങ്കിൽ അത് അസ്തമിക്കുന്നുമില്ല, ഉദിക്കുന്നുമില്ല, തുടർച്ചയായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1083 ചതുരശ്ര ഡിഗ്രിയാണ് ഇതിൻ്റെ വലിപ്പം. വളരെ വലിയ ഗണം. ഉത്തരാക്ഷാംശം 65 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു. രേഖാംശം 14 മണിക്കൂറും മുതൽ 18 മണിക്കൂർ വരെയും വീതി ഈ ഗണത്തിനുണ്ട്. ബുട്ടസ്, ഹെർക്കൂലസ്, ലൈറ, സിഗ്നസ്, സെഫിയസ്, ഉർസ മൈനർ, ഉർസ മേജർ, കാനിസ്, വെനാറ്റിസി തുടങ്ങിയ ഗണങ്ങളുടെ മധ്യത്തിലാണ്. ഇടതുവശത്ത് അതിൻ്റെ ചിത്രം കാണിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ വ്യാളി. വ്യാളിയിൽ കൂടുതലൊന്നും നക്ഷത്രങ്ങളില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം ആൽഫ ഡ്രാക്കോണിസ് ആണ്. ഇതാണ് ആൽഫ ഡ്രാക്കോണിസ്. ഈ കാണുന്നത്, ഈ അമ്പടയാളം കാണിച്ചിരിക്കുന്നതാണ് ആൽഫ ഡ്രാക്കോണിസ്. പേര് ട്യൂബൻ എന്നാണ്. ട്യൂബൻ. BC 3942 ഈ നക്ഷത്രം ഇപ്പോഴത്തെ ധ്രുവ നക്ഷത്രത്തിന് പകരം ഉത്തര ധ്രുവത്തിലായിരുന്നു. അതായത് ഈ നക്ഷത്രം ഇവിടെ ഇപ്പൊ കാണുന്ന ഉത്തര ധ്രുവ നക്ഷത്രം പോളാരിസ് അല്ലെങ്കിൽ ധ്രുവ നക്ഷത്രം ഇതാണല്ലോ, ആ സ്ഥലത്തായിരുന്നു ഈ നക്ഷത്രം. അതായത് ക്രിസ്തുവിന്റെ 3942 എങ്ങനെ ഈ സ്ഥാനമാറ്റം വന്നുപോയി? ഇതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് കൊണ്ട് ഭൂമിക്കൊരു ചാഞ്ചാട്ടമുണ്ട്. ആ ചാഞ്ചാട്ടം കൊണ്ട് 72 കൊല്ലങ്ങൾ കൊണ്ടും ഓരോ നക്ഷത്രവും 1 ഡിഗ്രി നീങ്ങിപ്പോകും. അങ്ങനെയാണ് നീങ്ങി 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 ഇപ്പോൾ ഈ പോളാരിസ് നക്ഷത്രം കൃത്യം ധ്രുവത്തിൽ വരികയും ട്യൂബൻ ഇവിടെ എത്തുകയും ചെയ്തു. അത് ബൂട്ടസ് എണ്ണത്തിലെ തീറ്റ ബൂട്ടസ് നക്ഷത്രത്തിനടുത്ത് 1793 എത്തുന്നവരെ അത് വന്നുകൊണ്ടേയിരിക്കും. ട്യൂബിനൊരു സവിശേഷതയുണ്ട്. പണ്ടുകാലത്ത് ഈജിപ്തിലെ പിറമിഡുകളുടെ പ്രവേശന കവാടം എല്ലാം തന്നെ വടക്ക് ഭാഗത്തോട്ടാണ് വരുന്നത് പോലെയാണ് പണിതിരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ പിറമിഡിനകത്ത് നിന്നും ഉത്തര ധ്രുവത്തിലെ ട്യൂബനെ കാണാൻ വേണ്ടിയായിരുന്നു അത് അന്ന്. അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് ചരിത്രരേഖകളായി കിട്ടുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും ഇന്ത്യയിൽ പോലും പുരാണങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങളുടെ പൗരാണികത്വം തെളിയിക്കാൻ വേണ്ടി പല ആളുകളും പാടുപെടുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട്. പക്ഷെ അവരുടെ ഈ പൊള്ളയായ കാര്യങ്ങളൊക്കെ പൊളിച്ചു കാണിച്ചു കൊടുക്കുന്നത് ഇത്തരം തെളിവുകളിൽ കൂടിയാണ്. അങ്ങനെ പിറമിഡിന്റെ അകത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉത്തര ധ്രുവത്തിലെ ട്യൂബിനെ കാണാൻ കഴിയുമായിരുന്നു അന്ന്. ഇനി അത് ട്യൂബൻ 2100 ആകുമ്പോൾ മാത്രമേ അത് ഉത്തര ധ്രുവത്തിൽ വരികയുള്ളൂ എന്നർത്ഥം. അതായത് വീണ്ടും വരും. കാരണം പ്രസരണം കാരണം ഓരോ ഡിഗ്രി ആകാശവും ഈ നക്ഷത്രം ചലിക്കണമെങ്കിൽ 72 കൊല്ലം എടുക്കും. അങ്ങനെ സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും 2100 ആകും എന്നർത്ഥം. നീല നിറത്തിലാണിത്. 3.7 കാന്തിമാനമാണ്. 309 പ്രകാശവർഷം ദൂരത്തിലാണ് ഈ നക്ഷത്രം. ട്യൂബൻ എന്ന പേരിനർത്ഥം വ്യാളിയുടെ തല എന്നാണ്.
അതായത് ഇതാണ് വാലെങ്കിൽ ഇതാണ് അതിൻ്റെ തല. ഡ്രാക്കോ ഗണത്തിൽ 3 കാന്തിമാനത്തേക്കാൾ പ്രകാശം കൂടിയ 3 നക്ഷത്രങ്ങളേ ഉള്ളൂ. അതിലൊന്ന് ഗാമ ഡ്രാക്കോണിസ് ആണ്. ഇവിടെ കാണാം, ഈ ഏറോ മാർക്ക് പോയത് ഗാമ ഡ്രാക്കോണിസ് ആണ്. അതിൻ്റെ പേര് എൽട്ടാനിൻ. ഒരു ഓറഞ്ച് ഭീമനാണ്. കാന്തിമാനം 2.2, ദൂരം 148 പ്രകാശവർഷം. ഈ ഗാമ ഡ്രാക്കോണിസിനെ നിരീക്ഷിച്ചാണ് 1786 ജെയിംസ് ബ്രാഡ്ലി എന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ പ്രകാശത്തിൻ്റെ വിപതനം എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ എബ്രേഷൻ, അതല്ലെങ്കിൽ മറ്റൊരു വാക്ക് പറയുകയാണെങ്കിൽ ആസ്ട്രോണമിക്കൽ എബ്രേഷൻ, സ്റ്റെല്ലർ എബ്രേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി എബ്രേഷൻ എന്നെല്ലാം പറയും. അങ്ങനെയുള്ളൊരു പ്രതിഭാസത്തെ മനസ്സിലായത് ജെയിംസ് ബ്രാഡ്ലി 1786 ഈ പറയുന്ന ഗാമ ഡ്രാക്കോണിസിനെ നിരീക്ഷിക്കുമ്പോഴാണ്. എന്താണ് ഈ പ്രകാശത്തിൻ്റെ വിഭജനം അല്ലെങ്കിൽ എബ്രേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ഇടതുവശത്തൊരു ചിത്രം കാണിച്ചിരിക്കുന്നു. ഇത് ഭൂമി, ഒരു നക്ഷത്രം, അതിൻ്റെ യഥാർത്ഥ സ്ഥാനം. പക്ഷേ ഭൂമിയിലുള്ള ഒരു നിരീക്ഷകൻ അയാൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഈ നക്ഷത്രം കൂടെ പോകും. അങ്ങനെ പോകുന്നതായി തോന്നുന്നതിനാണ് പറയുന്നത് പ്രകാശത്തിൻ്റെ വിഭജനം അല്ലെങ്കിൽ എബ്രേഷൻ ഓഫ് ലൈറ്റ്. ഒരു ഖഗോള വസ്തുവിനെ നിരീക്ഷിക്കുന്ന ഒരാളുടെ ഭൂമിയിലെ ചലന വേഗത്തിനനുസരിച്ച് വസ്തുവിൽ കാണപ്പെടുന്ന പ്രത്യക്ഷ ചലനത്തിനാണ് പ്രകാശത്തിൻ്റെ വിഭജനം അല്ലെങ്കിൽ എബ്രേഷൻ ഓഫ് ലൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജെയിംസ് ബ്രാഡ്ലി 1728 ഗാമ ഡ്രാക്കോണിസ് എന്ന നക്ഷത്രത്തെ നിരീക്ഷിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. ഈ പ്രതിഭാസം ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള പരിക്രമണത്തിനനുസരിച്ച് വർഷത്തിൽ മാറ്റം വരും. കാരണം ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള പരിക്രമണം വൃത്താകാരത്തിലല്ല എന്ന് ഓർക്കണം. അത് എലിപ്റ്റിക്കലാണ്, ദീർഘവൃത്താകാര പഥമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റം വരും. പക്ഷേ ആ മാറ്റത്തിൻ്റെ തോത് പരമാവധി 20 ആർക്ക് സെക്കൻഡ് ആയിരിക്കും എന്നർത്ഥം. പിന്നത്തെ നക്ഷത്രം ബീറ്റ ഡ്രാക്കോണിസ് ആണ്. ഇതാണ് ബീറ്റ ഡ്രാക്കോണിസ്, ഇവിടെ കാണാം. ബീറ്റ ഡ്രാക്കോണിസ് അതിൻ്റെ പേര് റെസ്റ്റാബൻ എന്നാണ്. ഒരു ബൈനറിയാണ്, അതായത് 2 നക്ഷത്രങ്ങൾ. കാണുമ്പോൾ ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ ഒന്നേ ആയിട്ട് തോന്നുള്ളൂ. ഇതിനെ പ്രൈമറി ഒരു മഞ്ഞ ഭീമനാണ്, സെക്കൻഡറി ഒരു കുള്ളനും. രണ്ടും തമ്മിൽ 4.2 ആർക്ക് സെക്കൻഡിൻ്റെ വിടവുണ്ട്. ഈ 4.6 സെക്കൻഡാണ് നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോൾ 2 ഒന്നായി തോന്നുന്നത്. അതാണ് ആ വിടവ് മനസ്സിലാക്കിയില്ല. പിന്നെ എങ്ങനെ വിടവ് മനസ്സിലാക്കും? നല്ലൊരു ടെലിസ്കോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 നക്ഷത്രങ്ങളെയും നമുക്ക് വേറെ തിരിച്ചറിയാം. നമ്മളിതിനു മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആകാശത്ത് കാണുന്ന സിറിയസ് എന്ന നക്ഷത്രം ഏറ്റവും പ്രകാശമുള്ള, അത് 2 നക്ഷത്രങ്ങളാണ്. ഒന്നൊരു മുഖ്യധാര നക്ഷത്രവും മറ്റൊന്ന് ഒരു കുള്ളനുമാണ്. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. 370 പ്രകാശവർഷം ദൂരത്തിലാണ് ഇവ ഉള്ളത്. പിന്നത്തത് ഈറ്റ ഡ്രാക്കോണിസ് എന്ന പേരുള്ള അത്തേബൈൻ എന്ന നക്ഷത്രമാണ്. ഈറ്റ, അതാണിത്. ഇവിടെ കാണാം ഇടതുവശ ചിത്രത്തിൽ ഈറ്റ. ഇതിൻ്റെ പ്രൈമറി 2.8 കാന്തിമാനത്തിൽ മഞ്ഞ നിറത്തിലും സെക്കൻഡറി വെള്ള നിറത്തിലുമാണ്. രണ്ടും തമ്മിലുള്ള വിടവ് 4.8 ആർക്ക് സെക്കൻഡ്. ഈറ്റയും സെറ്റയും ചേർന്ന് ഇതിൽ അറബിയിൽ 2 ചെന്നായ്ക്കളാണെന്ന് സങ്കല്പിച്ചിരിക്കുന്നു. ഇവ 92.1 പ്രകാശവർഷ ദൂരത്തിലാണ്. ഈ അടുത്ത കാലത്ത്, വളരെ അടുത്ത്, കെപ്ലർ ടെലിസ്കോപ്പ് 10 എന്നൊരു നക്ഷത്രത്തെ നിരീക്ഷിച്ചു. അതാണിത്, കെപ്ലർ 10. അതിന് കൂടെ ഒരു ഗ്രഹം ചുറ്റുന്നുണ്ടായിരുന്നു. അതിന് അവർ പേര് കൊടുത്തത് കെപ്ലർ 10b. അതാണ് ഈ ഗ്രഹം. ഗ്രഹം വളരെ വലുതാണ്. നക്ഷത്രം
സൂര്യനേക്കാൾ അല്പം താപനില കുറഞ്ഞതാണ്. 1100 കോടി വർഷം പ്രായമുണ്ടതിന്, ആ നക്ഷത്രത്തിന്. ഇതിനെ 3 ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ടെങ്കിലും 10b ഭൂമിയെ പോലെയുള്ളതാണ്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഭൂമിയെ പോലുള്ള ഒന്നാണെന്ന് അറിയുന്നു. ഏകദേശം 8 മാസത്തെ നിരീക്ഷണത്തിന് ശേഷം 2011 ജനുവരി 10-നാണ് ഇതിനെ കണ്ടുപിടിച്ചത്. 10b ഗ്രഹം തൻ്റെ നക്ഷത്രത്തെ വെറും 0.8 ദിവസം കൊണ്ടാണ് പരിക്രമണം ചെയ്യുന്നത്. അതായത് ഒരു ദിവസം പൂർണ്ണമായി എടുക്കുന്നില്ല, അതിലും കുറവേ സമയം എടുക്കുന്നുള്ളൂ ഒരു പ്രാവശ്യം ചുറ്റാൻ. 2011 മെയ് 23-നാണ് കെപ്ലർ 10c കണ്ടുപിടിച്ചത്. സി ഇവിടെ താരതമ്യ പഠനത്തെ നിർത്തിയിരിക്കുകയാണ്. ഇത് സി എങ്കിൽ ഇത് നക്ഷത്രം, കെപ്ലർ 10, ഇത് ഭൂമി. അങ്ങനെ വരുമ്പോൾ ഭൂമിയെക്കാളും എത്രയോ വലിയൊരു ഗ്രഹമാണ് ഈ 10c. സ്പിറ്റ്സർ ടെലിസ്കോപ്പാണ് ബ്ലെൻഡർ എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഇതിനെ കണ്ടെത്തിയത്. തൻ്റെ നക്ഷത്രത്തെ ചുറ്റാൻ ഇത് 42.3 ദിവസങ്ങൾ എടുക്കുന്നു. ഭൂമിയുടെ ഇരട്ടിയിൽ കൂടുതൽ വലുപ്പമുണ്ട്. ഡ്രാക്കോ പർവ്വതത്തിൽ മറ്റ് നക്ഷത്രങ്ങളിലുള്ളത് പോലെ തന്നെ ഇതിന് വിദൂര വസ്തുക്കളുണ്ട്. അതിലൊരു പ്രധാന വിദൂര വസ്തുക്കളാണ് ഈ ചിത്രത്തിൽ കാണിച്ച കാറ്റ്സ് ഐ നെബൂല, അല്ലെങ്കിൽ മലയാളത്തിലെ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ പൂച്ചക്കണ്ണൻ നെബൂല. പൂച്ചയുടെ കണ്ണ് പോലെ തോന്നുന്നു കേട്ടാൽ. പക്ഷെ അതിമനോഹരമായ ഒരു പൂ ആകാശത്ത് വിരിഞ്ഞത് പോലെ ഇല്ലേ? 1786 വില്യം ഹെർഷലാണ് 3000 പ്രകാശവർഷം ദൂരെയുള്ള ഈ പ്ലാനറ്ററി നെബൂലയെ കണ്ടെത്തിയത്. അതിൻ്റെ പേര് NGC 6543 എന്നാണ്. ഇതിൻ്റെ മധ്യത്തിൽ ഒരു ഇരട്ട നക്ഷത്രം കാണാം. ഇതാണ് ഈ കാണുന്നത്. അതിൻ്റെ തീവ്ര ഗുരുത്വം കൊണ്ട് സങ്കീർണമായ രൂപം കൈവരിച്ചിരിക്കുകയാണത്. പിന്നെ ഉള്ളത് M102 അല്ലെങ്കിൽ NGC 5866 എന്ന പേരുള്ള ഒരു ലെൻഡിക്കുലർ ഗാലക്സിയാണ്. NGC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഇതിനകം മനസ്സിലായി കാണും. ന്യൂ ജനറൽ കാറ്റലോഗ് എന്നാണ് NGC എന്നുള്ളതിൻ്റെ അർത്ഥം. പക്ഷെ M102 എന്ന് പറഞ്ഞാൽ എന്താ? M എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് വാനനിരീക്ഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ചാൾസ് മെസ്സിയെ. മെസ്സിയെ ദീർഘകാലം ആകാശ നിരീക്ഷണം നടത്തി നിരവധി വസ്തുക്കളെ കണ്ടെടുത്തു. പക്ഷേ അവ നക്ഷത്രങ്ങളാണോ അല്ല നക്ഷത്ര വൃന്ദങ്ങളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളാണോ എന്ന് മെസ്സിയെ വളരെ കാലം കഴിഞ്ഞാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ മെസ്സിയെ 1 മുതൽ M1 മുതൽ M110 വരെ വസ്തുക്കളെ കണ്ടെത്തി. അതിൽ 102ാമത്തെ വസ്തുവാണ് നമ്മൾ ഈ പറഞ്ഞ ലെൻഡിക്കുലർ ഗാലക്സി. ഇത് 2-3 ചെറിയ ഗാലക്സികൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒന്നാണ്. മറ്റൊന്നിൻ്റെ പേര് NGC 5869 5907 എന്നാണ്. കൂടാതെ ധാരാളം ചെറിയ ഗാലക്സികൾ വേറെയുണ്ട് ഈ ഗ്രൂപ്പിൽ. ലെൻഡിക്കുലർ ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താ? ലെൻഡിക്കുലർ ഗാലക്സികൾ ദീർഘവൃത്താകാര ഗാലക്സിയുടെയും, അതായത് എലിപ്റ്റിക്കൽ ഗാലക്സിയുടെയും, നമ്മുടെ ആൻഡ്രോമീഡ പോലെ വർത്തുള ഗാലക്സിയുടെയും ഇടയ്ക്കുള്ളവയാണ്. വർത്തുള ഗാലക്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ഷീരപഥം പോലെ. വർത്തുള ഗാലക്സിക്ക് കൈകളുണ്ടാവും, ഭുജങ്ങളുണ്ടാവും. ലെൻഡിക്കുലർ ഗാലക്സിക്ക് ദീർഘവൃത്താകാരത്തിലാണെങ്കിൽ തന്നെ അതിന് കൈകൾ ഉണ്ടാവില്ല, പിന്നെ തളികയുണ്ടാവും, ഒരു വലിയ തളിക. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഈ ലെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എലിപ്റ്റിക്കൽ ഗാലക്സിയുടെയും വർത്തുള ഗാലക്സിയുടെയും മധ്യത്തിലുള്ള ഒന്നാണെന്ന് അർത്ഥം. അതിനാണ് ഗാലക്സികളുടെ വർഗീകരണത്തിൽ അവയ്ക്ക് ലെൻഡിക്കുലർ ഗാലക്സി എന്ന പേരിട്ടത്. മറ്റൊരു വസ്തു ഒരു ഡ്വാർഫ് ഗാലക്സിയാണ് ഈ ഗണത്തിലുള്ളത്. ലോവൽ നിരീക്ഷണ കേന്ദ്രത്തിലെ
ആൽബർട്ട് ജി വിൽസനാണ് അതിനെ കണ്ടെത്തിയത്. ഒരു കുള്ളൻ ഗാലക്സി എന്നുവെച്ചാൽ ഡ്വാർഫ് ഗാലക്സി. 8.6 കാന്തിമാനമാണ്. ഈ ഗാലക്സിയുടെ വ്യാസം 3000 പ്രകാശവർഷമാണ്. ആ ഗാലക്സിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചെറിയത് ഇത് വളരെ വിദൂരതയിലുള്ള ഫോട്ടോ ആയതുകൊണ്ട് നക്ഷത്രം പോലെ മനസ്സിലാവുന്നുള്ളൂ എന്നർത്ഥം. ഒരു ഗാലക്സി കൂട്ടമുണ്ട് ഇതിൽ, ഈ ഗണത്തിൽ. പേര് ഏബൽ 2218. 300 കോടി പ്രകാശവർഷം അകലെയാണുള്ളത്. ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ, ഇതാണ് ഏബൽ 2218. ഇത് ആകാശത്ത് ഒരു ലെൻസ് മാതിരി പ്രവർത്തിക്കുന്നു. എന്ന് വെച്ചാൽ അതിനകത്തേക്ക് വരുന്ന പ്രകാശത്തെ നമുക്ക് അത് അപവർത്തനം ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നു. ചുറ്റുമുള്ള ഗാലക്സികളുടെയൊക്കെ പ്രകാശം ഈ ഒരു ഗാലക്സിക്കകത്തൂടെ കടന്ന് അത് അപവർത്തനം ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്, റിഫ്രാക്ട് ചെയ്തിട്ട്. അത്തരമൊരു പ്രതിഭാസത്തിന് പറയുന്നത് ഗാലക്സികൾ ഗുരുത്വ ലെൻസിങ് എന്ന് പറയും, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന് പറയും. നിരവധി വസ്തുക്കളുടെ മധ്യത്തിലുള്ള ഗാലക്സി ഒരു ലെൻസ് പോലെ പ്രവർത്തിക്കുമ്പോൾ ചുറ്റുമുള്ള വസ്തുക്കളുടെ പ്രകാശം അപവർത്തനം ചെയ്യുന്നു, റിഫ്രാക്ട് ചെയ്യുന്നു. ഈ ഗാലക്സി കൂടെ കടന്നു വന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും അത് റിഫ്രാക്ട് ചെയ്തിട്ട് ആണ് നമ്മൾ എത്തുന്നത്. ഇങ്ങനെ അപവർത്തനം ചെയ്യുന്ന വസ്തുക്കളുടെ പ്രകാശത്തെ ഭൂമിയിൽ നിന്നും നിരീക്ഷിക്കുമ്പോൾ ഒന്ന് തന്നെ പല എണ്ണങ്ങളായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഗുരുത്വ ലെൻസിങ്. ഇനിയുള്ളത് ഒരു ടാഡ്പോൾ ഗാലക്സിയാണ്. ടാഡ്പോൾ എന്നുള്ളതിനർത്ഥം ഫ്രോഗുകളുണ്ടല്ലോ, തവളകളുടെ കുഞ്ഞുങ്ങൾ, തവള കുഞ്ഞുങ്ങളുടെ ആദ്യകാല രൂപത്തിനാണ് ടാഡ്പോൾ എന്ന് പറയുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെ തോന്നുന്നത് കൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വെച്ചത്. ഇതിൻ്റെ തല ഒരു വാലും, വളരെ ദീർഘമായൊരു വാലും. അതിൻ്റെ പേര് ARP 188 എന്നാണ്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, UGC 10214. 420 ദശലക്ഷം പ്രകാശവർഷം ഇതിലേക്ക് ഉള്ള ദൂരമുണ്ട്. ഏതാണ്ട് 2,80,000 പ്രകാശവർഷം ദൂരമാണ് ഇതിൻ്റെ വാലിന്. ഇതാ അതിദീർഘമായൊരു വാല്. ഇതൊരു ബേർഡ് സ്പൈറൽ ഗാലക്സിയാണ്. ഈ വാൽ രൂപപ്പെട്ടത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് 2 ഗാലക്സികൾ തമ്മിൽ ലയിച്ചു ചേരുന്നതിൻ്റെ അവസാന ഘട്ടമായിട്ടാണ് ഇത്തരം ഒരു വാൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഗാലക്സികൾ ലയിച്ചു ചേരുക എന്ന് പറഞ്ഞാൽ വളരെ സുദീർഘമായൊരു പരിപാടിയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണം. അതായത് 2 ഗാലക്സികൾ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ ഗാലക്സി ചെറിയ ഗാലക്സിയെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ച് അതിനകത്തുള്ള വസ്തുക്കൾ തന്നിലേക്ക് ചേർക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ സൗരയൂഥം അടങ്ങുന്ന ക്ഷീരപഥം എന്ന ഗാലക്സി വളരെ വേഗത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ആൻഡ്രോമീഡയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോമീഡ ഗാലക്സി നമ്മുടെ ക്ഷീരപഥത്തെക്കാളും എത്രയോ വലിയതാണ്. ആ ഗാലക്സി ഇനി ഒരു കാലഘട്ടം വരുമ്പോൾ കോടിക്കണക്കിന് വർഷത്തിന് ശേഷം ഇവ രണ്ടും ഒന്നായി മാറും. കൂട്ടിയിടിക്കലൊന്നുമല്ല, മറിച്ച് ഒന്ന് മറ്റതിനെ അതിൻ്റെ എല്ലാ ദ്രവ്യത്തോടുകൂടെ വിഴുങ്ങുകയാണ്. രൂപമേ മാറിപ്പോകും. നക്ഷത്രങ്ങളും മേഘപടലങ്ങളും എല്ലാം സ്വയം തന്നിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ്. ഇതാണ് ഗാലക്സികളുടെ കൂടിച്ചേരൽ. ഈ ഇടതുവശത്തെ ചിത്രം കാണിച്ചിരിക്കുന്ന ഒരു കലാകാരന്റെ ഭാവനയാണ്, അല്ലാണ്ട് ഇത് യഥാർത്ഥ ചിത്രമല്ല. ഇതൊരു ക്വാസാറിന്റെ ചിത്രമാണ്. ക്വാസാറിന്റെ ചിത്രമൊന്നും ഒരു ടെലിസ്കോപ്പിനും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഒരു നക്ഷത്രം പോലെ ഇത് വളരെ ദൂരത്ത് കാണപ്പെടും. വളരെ വിദൂരമാണ് ക്വാസാറുകൾ. ഭൂമിയുടെ അടുത്തെങ്ങും അല്ലെങ്കിൽ നമ്മുടെ സൗരയൂഥത്തിനകത്തെങ്ങും ഒരു ക്വാസാറും ഇല്ല.
ഇതിൻ്റെ പേര് തന്നെ ക്വാസി സ്റ്റെല്ലർ ഒബ്ജക്റ്റ് എന്നാണ്, ക്വാസാർ. നമ്പർ Q1634+706, 14.4 കാന്തിമാനമാണ് ഇതിൻ്റെത്. പ്രപഞ്ചം ഉണ്ടായ കാലത്തിന് ശേഷം ഉടനെ ഉണ്ടായ വസ്തുക്കളിൽപ്പെട്ട ഒന്നാണ് ക്വാസാറുകൾ. 1290 കോടി പ്രകാശവർഷം അകലെ, അതായത് പ്രപഞ്ചം ഉണ്ടായിട്ട് 1300 കോടി 1380 കോടി പ്രകാശവർഷമേ ആയിട്ടുള്ളൂ. സജീവമായ ഒരു ഗാലക്സിയുടെ കേന്ദ്രം, അതായത് ഏജിയൻ ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസ് എന്നാണ് ഇതിന് പറയുന്നത്. അത്തരം ന്യൂക്ലിയസിനകത്താണ് ക്വാസാറുകളുടെ കിടപ്പ്. അപാരമായ ഊർജപ്രവാഹം ക്വാസാറുകളിൽ നിന്നുണ്ടാവും. നമ്മുടെ ഭൂമിക്ക് ആവശ്യമായ കോടിക്കണക്കിന് ഇരട്ടി ഊർജപ്രവാഹം ഇത് തരുന്നതുകൊണ്ട് ചില അഭിപ്രായങ്ങൾ ശാസ്ത്രകാരന്മാരിൽ നിന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ആ ഊർജത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഇത്തരം ഒരു ഊർജപ്രവാഹത്തിന് കാരണം മധ്യത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ മധ്യത്തിലിരിക്കുന്ന ഏതോ തമോഗർത്തത്തിലേക്ക് അതിൻ്റെ അടിഞ്ഞുകൂടൽ തളിക സംഭാവന ചെയ്യുന്നതാണ്. ഈ ഊർജപ്രവാഹം 10,000 കോടി സൗരഭാരമുള്ളതാണെന്ന് ഈ അക്രീഷൻ ഡിസ്ക് കണ്ടാൽ അറിയാൻ കഴിയും. ഇതാണ് നമ്മുടെ വ്യാളിയുടെ ഒരു സാങ്കല്പികമായ ചിത്രം. ഡ്രാക്കോ എന്ന ഈ ഗണത്തെ പറ്റിയുള്ള ആദ്യത്തെ പരാമർശം BC 4-ാം നൂറ്റാണ്ടിൽ യൂഡോക്സസ് ഓഫ് സ്നിഡസിൻ്റെതാണ്, ഒരു ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ. പിന്നീട് ഈ ഗണത്തെ 3-ാം നൂറ്റാണ്ടിൽ ടോളമിയുടെ 48 ഗണ നക്ഷത്രപ്പട്ടികയിലാണ് കാണുന്നത്. ഗ്രീക്ക് പുരാണങ്ങളിൽ ജൂലിയസ് ഹൈജീനസിൽ ഈ വ്യാളി 10 വർഷങ്ങളോളം ഒളിമ്പ്യൻ ദൈവവുമായി യുദ്ധത്തിലായിരുന്നു ഗ്രീക്ക് പുരാണ പ്രകാരം. അവസാനം അഥീനാദേവി ഇതിനെ കൊന്ന് ആകാശത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. അതോടെ ഉത്തരധ്രുവത്തിലെ കഠിന ശൈത്യം സഹിക്കാനാവാതെ ചുരുണ്ടുകൂടി കിടക്കുകയാണെന്നാണ് സങ്കല്പം. അഥീനാദേവിയുടെ വിജയത്തെ തുടർന്ന് ആക്രോപോളിസിൽ ഡ്രാക്കോയുടെ ശിരസ് കാണുന്നതോടെ ഉത്സവം സമാപിക്കുന്നു. ഈ വ്യാളിയെ എറാത്തോസ്തനിസ് ലാഡൻ എന്ന പേരിൽ ഹെസറൈഡസിന്റെ ഗോൾഡൻ ആപ്പിളിന്റെ കാവൽക്കാരനായിട്ട് തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു കഥയും ഉണ്ട്. ഇങ്ങനെയാണല്ലോ ഗ്രീക്ക് പുരാണങ്ങളിൽ ഓരോ ഗണത്തെ പറ്റിയിട്ടും ഒരു കഥ മാത്രമൊന്നുമല്ല, നിരവധി കഥകളുണ്ടാവും. ചിലപ്പോൾ ഡ്രാക്കോ ഗയ്യ എന്ന കൊടുങ്കാറ്റിന്റെ ആക്രമകാരിയായ മകനാണെന്നും പറയപ്പെടുന്നു. ആധുനിക കാലത്ത് ഡ്രാക്കോയെ അറബ് ജ്യോതിശാസ്ത്രത്തിൽ കാണുന്നേയില്ല. പകരം ഡ്രാക്കോയെ അമ്മ ഒട്ടകമായും ഈറ്റ ഡ്രാക്കോണിസ്, സെറ്റ ഡ്രാക്കോണിസ് എന്നീ 2 നക്ഷത്രങ്ങളെ 2 ഹയനകളായിട്ട്, അതായത് ചെന്നായകളായിട്ടും സങ്കല്പിച്ചിരിക്കുന്നു. അക്ടിനിൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്.